നിങ്ങളുടെ വീട്ടിലെ വാട്ടർ പ്യൂരിഫയറിലെ വെള്ളത്തിൻ്റെ സ്പീഡ് ഇതുപോലെയാണോ? എങ്കിൽ നിങ്ങളുടെ നഷ്ടം എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹായ്, നാച്ചുറൽ ഡ്രോപ്സ് അക്വാ ടെക്നോളജിയിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ ദ വാട്ടർ എക്സ്പെർട്ട്. നമ്മൾ സാധാരണയായിട്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു വാട്ടർ പ്യൂരിഫയറിൻ്റെ ആവറേജ് വെള്ളത്തിൻ്റെ പ്യൂരിഫിക്കേഷൻ സ്പീഡ് എന്ന് പറയുന്നത് ഒരു 12 ലിറ്റർ മുതൽ 15 ലിറ്റർ വരെയാണ്. നേരെ മറിച്ച് അതിൻ്റെ കാലക്രമേണ അതിൻ്റെ പ്രവർത്തനം സ്ലോ ആകുമ്പോൾ, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ എത്തുന്ന സമയത്ത് ഒരു മണിക്കൂറിൽ ഏകദേശം ഔട്ട്പുട്ട് ഒരു 4 to 6 ലിറ്റർ മാത്രമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് നഷ്ടങ്ങളുണ്ടാവും. ഒന്നാമതായിട്ട് കൂടുതൽ സമയം, ഇപ്പോൾ നമുക്ക് ഒരു മണിക്കൂറിൽ 12 അല്ലെങ്കിൽ 15 ലിറ്റർ ആണ് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ സ്പീഡ് കുറയുന്ന സമയത്ത് അത് മണിക്കൂറിൽ 4 to 6 ലിറ്ററിലേക്ക് എത്തുമ്പോൾ ഒരു മണിക്കൂർ വർക്ക് ചെയ്യേണ്ട ഒരു വാട്ടർ പ്യൂരിഫയർ അതിന് പകരമായിട്ട് 3 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രത്തോളം നമുക്ക് ഇലക്ട്രിസിറ്റി അതിൽ നഷ്ടമായി വരാറുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ വേസ്റ്റേജും ഇതിന് സമാനമായ രീതിയിൽ ലോസ് നമുക്ക് സംഭവിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ മറ്റുള്ള ഫിൽട്ടർ പാർട്സുകളും ഇതിൻ്റെ 3 ഇരട്ടി വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ അതിൻ്റെ ലൈഫ് സൈക്കിൾ 3-1 കുറയും. വെള്ളം പുറത്ത് കാണുന്ന ടൈപ്പ് ഫിൽട്ടർ ആണെങ്കിൽ നമുക്കിത് അറിയാൻ പറ്റും. വെള്ളം പുറത്ത് കാണാത്ത ടൈപ്പ് ഫിൽട്ടർ ആണെങ്കിൽ നമുക്ക് ഇത് നിറയുന്ന സ്പീഡ്, ഒരു തവണ ഫുൾ ടാങ്ക് എടുത്ത് കഴിയുമ്പോൾ അത് വീണ്ടും നിറയാനെടുക്കുന്ന സമയം കണക്കാക്കിയാൽ മാത്രം മതി നമുക്കതിൻ്റെ വ്യത്യാസം അറിയാം. അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ നിങ്ങളുടെ വാട്ടർ പ്യൂരിഫയർ സർവീസ് ചെയ്യുക. കൂടുതലറിയാൻ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്